ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഇൻസിഡൻറ്റ്. ഇതെല്ലാവർക്കും, ഇത് ചെറിയ കുട്ടികളെന്നോ വലിയ കുട്ടികളെന്നോ പ്രായമായവർക്ക് കാണാൻ പറ്റുന്ന അങ്ങനെയൊന്നല്ല. ഏതൊരാളും ഒരു മനുഷ്യജീവിയാണെങ്കിൽ, ഏതൊരു മനുഷ്യജീവിയാണെങ്കിൽ ശരി, മൃഗങ്ങളായാലും ശരി, എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നൊരു കഥയാണ് ഇന്നത്തെ കാലം. മൃഗങ്ങളെന്ന് വെച്ചാൽ പെറ്റ്സ് വളർത്തുന്നവർ ഹോസ്പിറ്റലിൽ പോകും. ഏതൊരവസ്ഥയിലാണെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചതും പിന്നെ ഇതിൻ്റെ മുന്നേ എൻ്റെ സുഹൃത്തിന് സംഭവിച്ചതും ഒക്കെ കൂടിയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഷീറ്റ് എഴുതി തന്നു. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ മേടിച്ചു. ഈ മെഡിസിൻ മേടിക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വന്നപാട് നമ്മൾ ആ മെഡിസിൻ എടുത്ത് കണ്ണും പൂട്ടി കഴിക്കരുത്. ചിലപ്പോൾ ഒരു വീതം 3 നേരം, അല്ലെങ്കിൽ മരുന്ന് തുള്ളി അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റ് പറ്റിപ്പോകും ഇന്നത്തെ കാലത്ത്, അല്ലേ? എപ്പോഴും തെറ്റ് പറ്റാം, അത് ഏത് സമയത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറ്റം പറയുന്നതല്ല, നമ്മുടെ സൈഡും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. തെറ്റ് പറ്റാത്തവരാരുമില്ല. ഇതിപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ പറ്റും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് എനിക്കൊരു മരുന്ന് തന്നപ്പോൾ എനിക്ക് മരുന്നിനെ പറ്റി സംശയമില്ല. ഞാൻ 3 കാര്യങ്ങൾ കാണിച്ചായിരുന്നു. പക്ഷേ അതെനിക്ക് മെഡിസിൻ കിട്ടിയപ്പോൾ തന്നെ ഏതോ ഒരു മെഡിസിൻ കുറവുള്ളതുപോലെ. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ പോയിട്ട് അവരോട് ക്ലിയറാക്കി സംസാരിച്ച് വന്നു. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ, ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുന്നേ ഗൂഗിളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, അറിയാത്തവർക്കും കൂടിയാണ് പറഞ്ഞത്. ഇനി അറിയാവുന്ന ആൾക്കാർ പോലും ഇത് പ്രോപ്പർലി യൂസ് ചെയ്യുന്നില്ല. ഇതറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്തും കിട്ടും. ഇപ്പോൾ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങളിത് ഉപയോഗിക്കാൻ നേരത്തെ എൻ്റെ വൈഫ് ഗൂഗിളിൽ അവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ഒന്നാമത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചതിൻ്റെ അല്ല ഈ മരുന്ന് തന്നത്. ഇത് വേറെ എന്തിനോ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ പറ്റാത്തവരാരുമില്ല. പക്ഷേ ഇത് ചെറിയൊരു കാര്യമാണ്. എന്തെങ്കിലും ഉള്ളിൽ കുടിക്കേണ്ടത്, അതായത് പ്രഷർ കൂടാനുമുള്ള സംഗതിയെല്ലാം ഓപ്പോസിറ്റ്, അതായത് തെറ്റായ ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ മരണത്തിന് വരെ സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ ഈ കേസുകളിൽ പോവോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയോ പൈസ തരുകയോ. പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടമാണ്, അവർക്കും നഷ്ടമില്ലല്ലോ. അതുകൊണ്ട് നമ്മളാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇന്നലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ മരുന്നിനുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു പേര് മാത്രം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റേ, നമുക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ പോയിട്ട് ഒരു കൺഫർമേഷൻ കൂടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അവരോട് പോയി ചോദിക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഉപയോഗിച്ചില്ല, ഞങ്ങൾ സൈഡാക്കി മാറ്റി വെച്ചു. അങ്ങനെ ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് ഒരു കോൾ വരുന്നു ആ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ നിങ്ങൾക്ക് തന്ന മരുന്ന് മാറിപ്പോയിട്ടുണ്ട്. വൈഫായിരുന്നു ഫോൺ എടുത്തത്, ഞാൻ അന്നേരം വാഷ്റൂമിലായിരുന്നുള്ളത്. അങ്ങനെ ആ വൈഫ് എനിക്ക് ഫോൺ തന്നു. ഞാൻ തിരിച്ചു വിളിച്ചു. അവർ പറഞ്ഞു സോറി ആണോ ഇത് നമുക്ക് വേണ്ടത്? ആക്ച്വലി നമുക്ക് സോറി ആണോ വേണ്ടത്? സോറി അല്ല വേണ്ടത്, അതിന് പരിഹാരമല്ല വേണ്ടത്. തെറ്റ് സംഭവിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ തെറ്റ് വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. നമ്മളും ശ്രദ്ധിക്കണം. അവരുടെ റെപ്യൂട്ടേഷന് പ്രശ്നമാണ്, പിന്നെ നമ്മളെ ജീവിതവും പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുകയോ പോലീസ് കേസ് കൊടുക്കലോ. അതിനുപരി ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു പോകുന്ന തെറ്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനോ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാനൊക്കെ എക്സ്പീരിയൻസ്ഡ് അല്ല, ഞാൻ ഫ്രഷ് ആണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ആയുള്ളതെങ്കിലും ഞാൻ എൻ്റെ സുപ്പീരിയറുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഓക്കെ അല്ലേ കൺഫർമേഷൻ എടുത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഫോർ കസ്റ്റമർ സർവീസ്. പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഒരു കൺഫർമേഷൻ കൊടുക്കുക. പിന്നെ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മളെ കാര്യത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം, അത് നമ്മൾ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, ശരിയായ സാധനമാണ് ഉപയോഗിക്കുന്നത്, ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് അറിയാത്തവർക്ക് ഇത് ഗൂഗിളിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് മലയാളത്തിലേക്ക് കിട്ടുക,
എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു വിഷയം പാത്തു നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അറിയാത്തവർക്ക് ഉണ്ടെങ്കിലും മാത്രമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഫോൺ എടുക്കുക, ഫോണിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ സൈഡിലൊരു ക്യാമറേൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതിൽ ക്യാമറ കാണിച്ചുകൊണ്ട് ക്യാമറയിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ വരുന്നത് എന്താ, അപ്പൊ നമുക്ക് ഇങ്ങനെ മലയാളം മീനിങ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് മലയാളം അടിക്കാം, മലയാളം മീനിങ് അതിന്റെ മലയാളം മീനിങ് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ലോഡായിട്ട് വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ വായിച്ചു നോക്കുക, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് നമ്മൾ കാണിച്ചതിനുള്ളതാണ്, അതായത് നമ്മൾ അസുഖം എന്താണോ അതിനുള്ള മരുന്നാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാകും. ഇത് എന്തിനുള്ള മരുന്നാണെന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കുക, അതാണ് നമ്മളെ രോഗം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഉറപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അല്ലാതെ മെഡിസിൻ മേടിച്ച് കൊണ്ടുവന്നവിടെ അപ്പാട് എടുത്തിട്ട് വീട്ടിൽ എത്തിയപാട് ഭക്ഷണത്തിന് മുന്നേ ആണോ ഭക്ഷണത്തിന് ശേഷമാണോ അതേ നമ്മൾ നോക്കാറുള്ളൂ, വേറെ നമ്മൾ നോക്കാറില്ല, ചിന്തിക്കാറില്ല. അപ്പം അത് അങ്ങനത്തെ തെറ്റുകളൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടാം. ഇത് സിമ്പിളാണ്. ഇത് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിനൊന്നും പറ്റില്ല, എൻ്റെ ജീവനൊന്നും പറ്റത്തില്ല. കാരണം ഇത് വേറൊരു അസുഖത്തിനുള്ള മരുന്നാണ്, സ്കിന്നിന് പുറത്താണ്. പക്ഷെ സ്കിന്നിന് വേറെ എഫക്റ്റുകൾ വരാൻ ചാൻസ് ഇല്ലാതില്ല. കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ വിവരം നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, പാത്ത് നോക്കിയത് കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതും മലയാളം നോക്കുന്നതൊക്കെ എനിക്കും അറിയാം, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ട് എല്ലാ വിവരങ്ങളും ഉണ്ട്, എല്ലാം അറിയാം, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അത് പാത്ത് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇത് ഇപ്പൊ ഹോസ്പിറ്റലുകാർ ചെയ്ത കാര്യം വെച്ചാൽ അവർ ഇന്ന് വിളിച്ച് പറഞ്ഞത് കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ പാത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിത് ഓർപ്പിക്കാൻ പറ്റേ, നമുക്കൊരു മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ ഒപ്പീനിയൻ എടുത്തിട്ട് കൺഫർമേഷൻ ഉറപ്പിച്ചതിന് ശേഷമാണ് നമുക്കിതിന് പ്രതികരിക്കാൻ നിൽക്കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. അങ്ങനെയാണ് രാവിലെ വന്നപ്പോൾ അവരെ കോള് അവരുടെ ഭാഗത്ത് വരുന്നത്, അവര് രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ശരി. എന്താ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ ബൈ.